Today, as we celebrate the feast of Saint Kyriakos Elias Chavra, we will have special programs. Morning, after the prayer, Very Reverend Father Manager Matthews Chakalekal will offer the flowers in front of Saint Kyriakos Elias Chavra statue, which we placed on the stage. And then class-wise, a request to the class teachers as instruction given, you take your children and to show our respect to the founder and ask the blessings of the Almighty. So I request everyone, please stand up for the morning prayer. Close your eyes, bow your heads, and repeat the prayer after me. O my God, you are the truth and origin of all knowledge. Bless our studies, enlighten our minds, strengthen our memory, and direct our will towards what is right. O Lord, give us the gift of knowledge, the grace to seek the truth always, and make us truly wise in our daily life. Dear loving God, bless our school, manager, principal, staff members, all our friends and relatives. Amen. ജപധ്യാന ചൈതന്യം കനിവിന്റെ നിറവേ ദൈവമേ ജഗദ്ഗുരോ അന്ധകാരങ്ങളിൽ അക്ഷരജ്യോതിയായി ഞങ്ങളിൽ വിദ്യയായി ജ്ഞാനമായി ചാവര ജ്വാലയായി നിറയേണമേ. സംസ്കൃത കളരിയിൽ അച്ചുകൂടങ്ങളിൽ അറിവിന്റെ ആദ്യാലയം തുറന്നവൻ പുണ്യവാൻ. സംസ്കൃത കളരിയിൽ അച്ചുകൂടങ്ങളിൽ അറിവിന്റെ ആദ്യാലയം തുറന്നവൻ മാതാപിതാ ഗുരു ദൈവമേ ചൊല്ലുവാൻ ജ്ഞാനഭക്തി കർമ്മഭീതിയിൽ നീങ്ങുവാൻ. മാതാപിതാ ഗുരു ദൈവമേ ചൊല്ലുവാൻ ജ്ഞാനഭക്തി കർമ്മഭീതിയിൽ നീങ്ങുവാൻ. മലയാള നാടിന്റെ നവയുഗ സ്രഷ്ടാവേ എന്നുള്ളം നന്മയാൽ ദീപ്തമാക്കേണമേ. വചനമനന
ധ്യാന ചൈതന്യം കനിവിൻ്റെ നിറവേ ദൈവമേ ജഗദ്ഗുരോ അന്ധകാരങ്ങളിൽ അക്ഷരജ്യോതിയായി ഞങ്ങളിൽ വിദ്യയായി ജ്ഞാനമായി ചാവറ ജ്വാലയായി നിറയേണമേ. സ്വർഗം തുറക്കുവാൻ കുഞ്ഞു മനസ്സാകാൻ കുഞ്ഞുങ്ങളെ വാരി പുണർന്നവൻ തമ്പുരാൻ. സ്വർഗം തുറക്കുവാൻ കുഞ്ഞു മനസ്സാകാൻ കുഞ്ഞുങ്ങളെ വാരി പുണർന്നവൻ തമ്പുരാൻ. മാതാപിതാക്കൾക്ക് കൈതന്യം നൽകിയ നിക്ഷേപം മക്കൾ
നമസ്കാരം. ജവഹർ പബ്ലിക് സ്കൂൾ ഇടവ FM റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ RJ മയൂഖ് +1B. ഞാൻ RJ പൊന്നുശ്രീ 7th D. നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ന് ചാവറാച്ചന് വേണ്ടി ആലപിച്ച ഗാനം എത്ര മനോഹരമായിരുന്നു അല്ലേ? അതെ, നല്ല മനോഹരമായിരുന്നു. പൊന്നുശ്രീ, നമ്മുടെ ഈ പരിപാടിയുടെ പേരെന്താണ്? നമ്മുടെ ഇന്നത്തെ പരിപാടി വഴികാട്ടികൾ വഴി നടന്നവർ. എന്താണ് ഇതിലൂടെ നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മയൂഖിനറിയാമോ? തീർച്ചയായും. പിൻതലമുറയ്ക്ക് ജീവിതത്തിന്റെ വഴിതെളിച്ചു തന്ന മാതൃകാ പുരുഷന്മാർ അല്ലെങ്കിൽ ചരിത്രം സൃഷ്ടിച്ച മഹാവ്യക്തികൾ, അവരെ പരിചയപ്പെടുത്തുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. വഴികാട്ടികൾ വഴി നടന്നവർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കലണ്ടറിലെ പല ദിവസങ്ങളും ചരിത്ര പ്രാധാന്യമുള്ളതാണ്. മയൂഖേ, ഇന്നത്തെ ദിവസം ഏതാണ്? ഇന്ന് ജനുവരി 3. ഈ ദിവസത്തിന് കേരള ചരിത്രത്തിലെ പ്രാധാന്യം എന്തെന്ന് CMI സഭയുടെ കീഴിലുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പൊന്നുശ്രീ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതൊക്കെ എനിക്കറിയാം. LKGയിൽ പഠിക്കുമ്പോൾ മുതലേ ടീച്ചർമാർ എന്നോട് പറഞ്ഞു തരുന്ന കാര്യമാണ്. പക്ഷേ ആ പ്രാധാന്യം പറയുന്നതിന് മുൻപ് ഞാനൊരു കൊട്ടേഷൻ പറയാം. അതാരുടേതാണെന്ന് മയൂഖ് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ, ധൈര്യമായിട്ട് പറഞ്ഞു. കണ്ണുകളില്ലാത്ത ഒരാൾക്ക് ലോകത്തിലെ ഭൗതിക വസ്തുക്കളെ കാണാൻ കഴിയാത്തതുപോലെ അറിവില്ലാത്ത ഈ ലോകത്തിൻ്റെയും ദൈവം വസിക്കുന്ന നിത്യതയുടെയും യാഥാർത്ഥ്യത്തെ കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല. ബാക്കി ഞാൻ പറയാം. കണ്ണില്ലാത്തവരെ അന്ധർ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ പഠനമില്ലാത്തവരെ ഭൗതിക അന്ധർ എന്നും വിളിക്കണം. അതിനാൽ വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത് പുരോഹിതന്റെയും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. ചാവറാച്ചന്റെ കൊട്ടേഷൻ. ഇന്നത്തെ ദിവസം ജനുവരി 3, മഹാനായ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ഓർമ്മദിനം, ഫൗണ്ടേഴ്സ് ഡേ. ശരിയല്ലേ? വളരെ ശരിയാണ്. ചാവറയച്ചൻ കാലത്തിന് മുൻപേ നടന്ന കർമ്മയോഗിയാണ്. 1805 മുതൽ 1871 വരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിച്ച ദീർഘദർശിയായ ഈ താപസനോട്, ഈ ചരിത്ര പുരുഷനോട് പിൻതലമുറ പൊറുക്കാനാവാത്ത ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ചാവറ പിതാവ് തൻ്റെ കർമ്മങ്ങളിലൂടെ സാമൂഹിക പരിഷ്കാര പാതയിൽ നടത്തിയ വിപ്ലവകരമായ യജ്ഞങ്ങളെ, നവോത്ഥാന പരിശ്രമങ്ങളെ വേണ്ട വിധം രേഖപ്പെടുത്തുവാനോ വരും കാലത്തിന് പറഞ്ഞുകൊടുക്കാനോ പോലും നാം ഉദാസീനത കാണിച്ചു എന്നത് അദ്ദേഹത്തോട് കാട്ടിയ പൊറുക്കാനാവാത്ത തെറ്റുതന്നെയാണ്. കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ ചരിത്രത്തിൽ അർഹിക്കുന്ന സ്ഥാനം ചാവറയച്ചന് ലഭിക്കാതെ പോയതിന് കാരണവും ഇതുതന്നെയാകുമല്ലേ? അതെ. അതുകൊണ്ട് ഈ ഫൗണ്ടേഴ്സ് ഡേയിൽ വിശുദ്ധനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആരായിരുന്നുവെന്ന് ഈ തലമുറയ്ക്ക് നമുക്ക് പരിചയപ്പെടുത്താം. ചാവറയച്ചൻ 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ കൈനകരി എന്ന സ്ഥലത്ത് ജനിച്ചു. മരിയവും കുര്യാക്കോസ് ചാവറയുമായിരുന്നു മാതാപിതാക്കൾ. അദ്ദേഹത്തിന്റെ ബാല്യകാലം ചേനങ്കരി പള്ളിയിലും കുറച്ചുകാലം കളരി വിദ്യാഭ്യാസവും ഒക്കെയായി കഴിഞ്ഞുപോയി. അതിനുശേഷം അദ്ദേഹം പള്ളിപ്പുറം സെമിനാരിയിലെത്തി. 1829 നവംബർ 29 വൈദികനായി. വൈദിക ജീവിതം നയിക്കുന്നതിനിടയിൽ അദ്ദേഹം ചുറ്റുപാടുകളിലേക്ക് കണ്ണു തുറന്നു നോക്കി. ഇന്നു നാം കാണുന്ന ഒരു കേരളീയ സമൂഹമായിരുന്നില്ല അന്ന് ജാതി വ്യവസ്ഥ കൊടുകുത്തി വാണിരുന്ന കാലം. ഉയർന്ന ജാതിയിൽപ്പെട്ടവർ സവർണരെന്നും താഴ്ന്ന ജാതിയിലുള്ളവർ അവർണരെന്നും അറിയപ്പെട്ടിരുന്നു. മയൂഖേ, അക്കാലത്ത് എല്ലാ പേർക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സവർണർ പഠിക്കുന്ന കാര്യങ്ങൾ അവർണർ കേട്ടാൽ അവരുടെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കുമായിരുന്നു. ഇത്തരം വിദ്യാഭ്യാസ നിഷേധങ്ങൾ മാറ്റുന്നതിനായി ചാവറയച്ചൻ 1846 മാന്നാനം കുന്നിലെ ആശ്രമവളപ്പിൽ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. സവർണർക്കും അവർണർക്കും ഒരുമിച്ചിരുന്ന് വിദ്യാഭ്യാസം നടത്താനുള്ള അവസരം അദ്ദേഹം തുറന്നുകൊടുത്തു. ദളിതരായ ജനങ്ങൾക്ക് അക്കാലത്ത് യാതൊരു മനുഷ്യാവകാശങ്ങളും ഇല്ലായിരുന്നു. വിദ്യാഭ്യാസവും സഞ്ചാര സ്വാതന്ത്ര്യവും അവർക്ക് നിഷേധിച്ചിരുന്നു. ദളിതർക്ക് വേണ്ടി അദ്ദേഹം കോട്ടയത്തെ ആർപ്പൂക്കരയിൽ 1847 ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു. പാലക്കൽ തോമാ മൽപ്പാൻ, തോമാ പോരുകര എന്നിവരുടെ സഹകരണത്തോടെ പുരുഷന്മാർക്കായി ഒരു ഇന്ത്യൻ മതസഭ ചാവറ പിതാവ് സ്ഥാപിച്ചു. ഇതാണ് CMI സഭ. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ പൊന്നുശ്രീ? ഇല്ല, മയൂഖ് തന്നെ പറഞ്ഞോളൂ. കാർമലീറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. 1856 മുതൽ 1871 മരിക്കുന്നതുവരെ ചാവറയച്ചൻ CMI സഭയുടെ എല്ലാ സന്യാസി മഠങ്ങളുടെയും പ്രയോർ ജനറലായിരുന്നു. ചാവറയച്ചൻ സ്ഥാപിച്ച 8 ആശ്രമങ്ങൾ എവിടെയൊക്കെയാണെന്ന് മയൂഖിന് അറിയാമോ? ഇല്ല, പൊന്നുശ്രീ തന്നെ പറഞ്ഞോളൂ. ഞാൻ പറയാം. എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാന്നാനം, കൂനമ്മാവ്, എൽത്തുരുത്ത്,
പ്ലാസ്നൽ, വാഴക്കുളം, പുളിക്കുന്ന്, അമ്പഴക്കാട്, മുത്തോലി. സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഏതോ ഒരു സന്യാസിനി സഭ സ്ഥാപിച്ചില്ലേ? സ്ഥാപിച്ചു. അതിന്റെ തുടക്കം എങ്ങനെയെന്നറിയാമോ? അക്കാലത്ത് വിധവകളും അവിവാഹിതകളുമായ സ്ത്രീകൾക്ക് സ്വന്തം ഗൃഹത്തിലും സമൂഹത്തിലും യാതൊരുവിധ അംഗീകാരവും ഇല്ലായിരുന്നു. അവർക്ക് പ്രാർത്ഥനാ നിർഭരവും സുരക്ഷിതവുമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ന് CMC, CTC എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സന്യാസിനി സഭയ്ക്ക് രൂപം നൽകിയത്. മറ്റൊരു സവിശേഷത, ആദ്യം ഇതിൽ 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 പേർ വിധവ, ഒരാൾ അമ്മ, ഒരാൾ അവിവാഹിത. ഇന്നു നാം പറയുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ആദ്യപാത തുറന്നുകൊടുത്തത് ദീർഘവീക്ഷണമുള്ള ചാവറ പിതാവാണ്. ഈ സഭയിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, കരകൗശലം എന്നിവ നൽകി. ഇവ നേടിയ സന്യാസിനിമാർ മറ്റു സ്ത്രീകൾക്ക് ഇത് പകർന്നു കൊടുക്കണം. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റുകിട്ടുന്ന പണത്തിലൂടെ സമൂഹത്തിന് സ്വന്തം നിലയുറപ്പിക്കാനും സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാനും ചാവറയച്ചൻ അവർക്ക് പ്രോത്സാഹനം നൽകി. ഇന്നത്തെ സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യം വയ്ക്കുന്നത് ഇതുതന്നെയല്ലേ? CMC സഭയിൽ അംഗമായിരുന്ന ഏവുപ്രാസ്യമ്മയാണ് 2014 നവംബർ 23 ചാവറ പിതാവിനൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നാമകരണ ശുശ്രൂഷയാണ്. ചാവറ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് ഫ്രാൻസിസ് 1 മാർപ്പാപ്പയാണ്. ആ നിമിഷം തൊട്ട് അദ്ദേഹം കത്തോലിക്ക സഭയുടെയോ ക്രൈസ്തവ സമൂഹത്തിൻ്റെയോ മാത്രം സ്വകാര്യ സ്വത്തല്ലാതാവുകയാണ്. അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ സ്വത്താവുകയാണ്. ഓ, അങ്ങനെയാണല്ലേ ചാവറയച്ചൻ വിശുദ്ധ ചാവറയച്ചനായത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ വഴികാട്ടികൾ വഴി നടന്നവർ എന്ന പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നതാണ്. Saint Chavara, Kuriakos Elias, the glory of Carmel you are. The stunning star of heaven, the shining flower of India, we praise you, we honor you. Shower your blessings on us. Saint Chavara, Kuriakos Elias, the glory of Carmel you are. The stunning star of heaven, the shining flower of India, we praise you, we honor you. Shower your blessings on us. Like the rainbow in the sky, spread the colors of your care. Make us God's holy ones and guide us in holiness. Like the rainbow in the sky, spread the colors of your care. Make us God's holy ones and guide us in holiness. Your love for Jesus was so deep. Your love for prayer was so high. Your love for Jesus was so deep. Your love for prayer was so high. Your love for the poor was so real. Help us walk in your holy path. Help us walk in your holy path. Like the rainbow in the sky,
Spread the colors of your care. Make us God's holy ones and guide us in holiness like the rainbow in the sky. Spread the colors of your care. Make us God's holy ones and guide us in holiness. Saint Chavara, Kuriakos Elias, the glory of Carmel you are. The stunning star of heaven, the shining flower of India, we praise you, we honor you, shower your blessings of love. Like the rainbow in the sky, spread the colors of your care. Make us God's holy ones and guide us in holiness. Like the rainbow in the sky, spread the colors of your care. Make us God's holy ones and guide us in holiness. കൈനകരിയിൽ പൂത്തൊരു വല്ലരിയിൽ പുഞ്ചിരി തൂകി വിരിഞ്ഞൊരു ചെറുസൂനം പരിമളമേകും പാവനമാം സൂനം വിശുദ്ധനാം കുരിയാക്കോസേലിയാസ് ചാവറക്കുരിയാക്കോസേലിയാസ് കൈനകരിയിൽ പൂത്തൊരു വല്ലരിയിൽ പുഞ്ചിരി തൂക്കി വിരിഞ്ഞൊരു ചെറുസൂരം പരിമളമേകും പാവനമാം സൂനം വിശുദ്ധനാം കുരിയാക്കോസേലിയാസ് ചാവറക്കുരിയാക്കോസേലിയാസ്. കർത്താവിൻ തിരുഹിതമതു തേടി ജീവിതമർപ്പിച്ചു കർമ്മലമാതാവിൻ തിരുമടിയിൽ തന്നെ സമർപ്പിച്ചു കേരള സഭയിൽ കൂനം മാവിൽ മാനാനം കുന്നിൽ പാവനമാകും കർമ്മല സഭയുടെ വേരു കിളിർപ്പിച്ചു വിശുദ്ധനാം കുരിയാക്കോസേലിയാസ് ചാവറക്കുരിയാക്കോസേലിയാസ്
വിശുദ്ധനാം കുര്യാക്കോസേലിയാസ്, ചാവറ കുര്യാക്കോസേലിയാസ്. കൈനകരിയിൽ പൂത്തൊരു വല്ലരിയിൽ പുഞ്ചിരി തൂകി വിരിഞ്ഞൊരു ചെറുസൂനം, പരിമളമേകും പാവനമാം സൂനം. വിശുദ്ധനാം കുര്യാക്കോസേലിയാസ്, ചാവറ കുര്യാക്കോസേലിയാസ്. അനുസരണത്താൽ ദൈവത്തിൻ തിരുകൽപ്പന പാലിച്ചു, ബ്രഹ്മചര്യത്തിൽ ദാരിദ്ര്യത്തിൽ നിത്യം ജീവിച്ചു. പ്രാർത്ഥന ചൊല്ലി കൂദാശകളാൽ ശക്തി സ്വരൂപിച്ചു, പ്രേഷിത ചൈതന്യത്താൽ സഭയെ നിത്യം സേവിച്ചു. വിശുദ്ധനാം കുര്യാക്കോസേലിയാസ്, ചാവറ കുര്യാക്കോസേലിയാസ്. വിശുദ്ധനാം കുര്യാക്കോസേലിയാസ്, ചാവറ കുര്യാക്കോസേലിയാസ്. കൈനകരിയിൽ പൂത്തൊരു വല്ലരിയിൽ പുഞ്ചിരി തൂകി വിരിഞ്ഞൊരു ചെറുസൂനം, പരിമളമേകും പാവനമാം സൂനം. വിശുദ്ധനാം കുര്യാക്കോസേലിയാസ്, ചാവറ കുര്യാക്കോസേലിയാസ്. വിശുദ്ധനാം കുര്യാക്കോസേലിയാസ്, ചാവറ മർത്യസ്തുതിക്കേറ്റം യോഗ്യൻ നിത്യപുരോഹിതരൂപൻ, മാനവഹൃത്തതിൽ സ്നേഹം വിതച്ചവൻ, ചാവറ പുണ്യതാതൻ. മർത്യസ്തുതിക്കേറ്റം യോഗ്യൻ നിത്യപുരോഹിതരൂപൻ, മാനവഹൃത്തതിൽ സ്നേഹം വിതച്ചവൻ, ചാവറ പുണ്യതാതൻ. ചാവറ പുണ്യതാതാ.
മൂശയിൽ മാനവരാശിയെ വാർത്തൊരു സ്നേഹതാതൻ അന്നമില്ലാത്തവർക്കന്നദാതാവായി തീർന്നൊരു ജീവതാതൻ ജ്ഞാനത്തിൻ മൂശയിൽ മാനവരാശിയെ വാർത്തൊരു സ്നേഹതാതൻ കുരിയാക്കോസേലിയാസ്താതൻ അന്നമില്ലാത്തവർക്കന്നദാതാവായി തീർന്നൊരു ജീവതാതൻ ചാവറ പുണ്യതാതൻ മാലോകർ വാഴ്ത്തും നിന്നാമം മാലാഖമാർ പാടും നിൻഗാനം ആശ്രയം തേടുമീ മാനവ മക്കൾക്കായി മാധ്യസ്ഥ്യമേകിടണേ ശാവര പുണ്യതാതാ ആശ്രയം തേടുമീ മാനവ മക്കൾക്കായി മാധ്യസ്ഥ്യമേകിടണേ ശാവര പുണ്യതാതാ കർമ്മല സഭതൻ അമരത്ത് താതനായി തീർന്നൊരു സ്നേഹാത്മാവേ പാരിൻ പ്രകാശമായി സ്വർഗേ വിളങ്ങിടും വിശ്വത്തിൻ മാതൃക നീ കർമ്മല സഭതൻ അമരത്ത് താതനായി തീർന്നൊരു സ്നേഹാത്മാവേ കുരിയാക്കോസേലിയാസ്താതൻ പാരിൻ പ്രകാശമായി സ്വർഗേ വിളങ്ങിടും വിശ്വത്തിൻ മാതൃക നീ ശാവര പുണ്യനാഥൻ ദൈവത്തിൻ വചനങ്ങളെല്ലാം ദിവ്യ ചാവരുളാക്കി നീ മാറ്റി ആശ്രയം തേടുമീ മാനവ മക്കൾക്കായി മാധ്യസ്ഥ്യമേകിടണേ ശാവര പുണ്യതാതാ ആശ്രയം തേടുമീ മാനവ മക്കൾക്കായി മാധ്യസ്ഥ്യമേകിടണേ ശാവര പുണ്യതാതാ മർത്യസ്തുതിക്കേറ്റം യോഗ്യൻ നിത്യ പുരോഹിതരൂപൻ മാനവഹൃത്തതിൽ സ്നേഹം വിതച്ചവൻ ചാവറ പുണ്യതാതൻ നിത്യം സ്തുതിക്കുന്നു ഞങ്ങൾ ആശ്രയം തേടുമീ മാനവ മക്കൾക്കായി മാധ്യസ്ഥ്യമേകിടണേ ശാവര പുണ്യതാതാ ആശ്രയം തേടുമീ മാനവ മക്കൾക്കായി മാധ്യസ്ഥ്യമേകിടണേ ശാവര പുണ്യതാതാ ജനുവരി 3 ചാവറയച്ചന്റെ ഓർമ്മദിനം. വഴികാട്ടികൾ വഴി തെളിയിച്ചവർ എന്ന പ്രോഗ്രാം ഇവിടെ തുടരുന്നു.
മയൂഖേ, എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നടന്നത്? ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് നമ്മുടെ മാനേജർ ഫാദർ രാവിലെ ചാവറ അച്ഛന് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പ്ലേ ക്ലാസ് തൊട്ട് +2 വരെയുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ചാവറ അച്ഛന് പുഷ്പാർച്ചന നടത്തി. പൊന്നുശ്രീയും പോയിരുന്നില്ലേ? ഞാനും പോയി ചാവറയച്ചന് പുഷ്പാർച്ചന ചെയ്തു. ഞാനും പോയിരുന്നു. ഇന്ന് ചാവറയച്ചൻ നമ്മുടെ സ്കൂളിനെ ബ്ലസ് ചെയ്ത ദിവസവും കൂടിയായിരിക്കും അല്ലേ? തീർച്ചയായും. നമുക്ക് ചാവറയച്ചന്റെ മറ്റു വിശേഷങ്ങൾ കേൾക്കാം. വിദ്യാസമ്പന്നനായ വൈദികനു മാത്രമേ പ്രബുദ്ധനായ പുരോഹിതനാകാൻ കഴിയൂ. തന്റെ സഭാവൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന് പ്രയോജനമായ പുസ്തകങ്ങൾ അച്ചടിച്ച് ഇറക്കുന്നതിന് ഒരു പ്രിന്റിംഗ് സംവിധാനം വേണമെന്ന് ഒരു ചിന്ത ചാവറയച്ചനുണ്ടായി. അക്കാലത്ത് കടലാസ്, മഷി എന്നിവ വിദേശത്തു നിന്ന് വരുത്തണം. ഇന്ത്യയിൽ ലഭിക്കില്ല. ചാവറയച്ചൻ തിരുവനന്തപുരത്തുള്ള ഒരു പ്രസ്സിൽ വന്ന് അച്ചടിയുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കി. ഒരു വാഴപ്പിണ്ടിയിൽ അത് രേഖപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് പോയി. ലിപികൾ തടിയിൽ കൊത്തിയെടുക്കാൻ ഒരു ശില്പിയെ കൊണ്ടുവന്നു. മാന്നാനത്ത് അദ്ദേഹം പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചു. ആദ്യമായി മലയാള ലിപിയിൽ അച്ചടിച്ചതാണ് നസ്രാണി ദീപിക, ഇന്നറിയപ്പെടുന്ന ദീപിക പത്രത്തിന്റെ ആദ്യ രൂപം. ഇതൊരു വിപ്ലവമായിരുന്നു. ഇതിന്റെ പിന്നിൽ നിരവധി വെല്ലുവിളികൾ ചാവറയച്ചന് നേരിടേണ്ടി വന്നു. ലിപികൾക്ക് രൂപം നൽകാൻ കൊണ്ടുവന്ന ശില്പിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമങ്ങളുണ്ടായി. ശില്പിയെ ഒളിച്ചു താമസിപ്പിച്ചാണ് ഈ പ്രിന്റിംഗ് പ്രസ് യാഥാർത്ഥ്യമാക്കിയത്. അച്ചടിച്ച പുസ്തകങ്ങൾ ശേഖരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ആൾക്കാർ വായിച്ച ശേഷം തിരികെ എത്തിച്ച് അടുത്ത പുസ്തകം വായിക്കാൻ നൽകുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചു. ഇന്ന് നാം കാണുന്ന ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ ആദ്യ വേരുകൾ കേരളത്തിൽ തുടങ്ങിവെച്ചത് ചാവറ പിതാവ് തന്നെയാണ്. ഇതിന്റെ പിന്തുടർച്ചയായാണല്ലേ നമ്മുടെ സ്കൂൾ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും. മയൂഖിന് എത്ര ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും? എനിക്ക് 3 ഭാഷ. പൊന്നുശ്രീക്കും അത്രയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അതെ. എന്നാൽ നമ്മുടെ ചാവറയച്ചന് മലയാളം, സംസ്കൃതം, തമിഴ്, ഇംഗ്ലീഷ്, സുറിയാനി, ലത്തീൻ, പോർച്ചുഗീസ്, ഇറ്റാലിയൻ എന്നീ ഭാഷകൾ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം സ്പാനിഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതെയാണ് അദ്ദേഹം ഇത്രയും ഭാഷകൾ കൈകാര്യം ചെയ്തെന്നോർക്കണം. അപ്പോൾ തന്നെ അദ്ദേഹം എത്ര സമർത്ഥനാണെന്ന് മനസ്സിലാക്കാം. മതപരമായ സംഭാവനകളെക്കാൾ നവോത്ഥാന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ സംഭാവനകളാണ് ചാവറയച്ചൻ നൽകിയത്. അക്കാലത്ത് കൃഷിപ്പണി ചെയ്ത് ജീവിച്ച ഒരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. ജോലി ചെയ്യുന്നവന് കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ നൽകുമായിരുന്നു. കൂലിയില്ല. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം കഴിഞ്ഞും ജോലി ചെയ്യണം. ഇതായിരുന്നു വ്യവസ്ഥ. 1871 അദ്ദേഹം ജോലി ചെയ്യുന്നവന് കൃത്യമായ ജോലി സമയവും കൂലിയും നൽകണമെന്നും അതിന് കൃത്യമായി വ്യവസ്ഥ കൊണ്ടുവരണമെന്നും ശക്തമായി വാദിച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 1889 ചിക്കാഗോയിൽ രക്തരൂക്ഷിതമായ സമരത്തിലൂടെ ജോലി സമയം ക്ലിപ്തപ്പെടുത്തുന്നതിനുള്ള മുറവിളി ലോകം അംഗീകരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് 18 വർഷം മുൻപേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ചാവറ പിതാവ് ഈ ആവശ്യത്തിനു വേണ്ടി വാദിച്ചു കഴിഞ്ഞുവെന്നതാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന വൃദ്ധസദനങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും പ്രാധാന്യം വർദ്ധിക്കുകയാണ്. വൃദ്ധരായ ജനങ്ങൾക്ക് സാന്ത്വനവും പരിചരണവും നൽകാൻ കൈനകരിയിൽ അദ്ദേഹം ഒരു കൂട്ടായ്മയുണ്ടാക്കി. അതാണ് നൽമരണ സഖ്യം. അവർക്ക് താമസിക്കാനായി ഉപവിശാലയുണ്ടാക്കി. അതിന്റെ ചുമതല ആ നാട്ടുകാരെ തന്നെ ഏൽപ്പിച്ചു. സഹകരണാടിസ്ഥാനത്തിൽ കേരളക്കരയിൽ ആദ്യമായി ഒരു കൂട്ടായ്മ ഉണ്ടായത് ചാവറയച്ചന്റെ ഈ ആശയമാണ്. അശരണകർക്ക് അഭയം നൽകി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച പുണ്യവതി മദർ തെരേസ ഈ സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ന് സ്കൂളുകളിൽ കാണുന്ന ഉച്ചക്കന്നി സമ്പ്രദായത്തിനും തുടക്കം കുറിച്ചതും ചാവറയച്ചനാണ്. അതിനായി പിടിയേരി സമ്പ്രദായം എന്ന ആശയം അദ്ദേഹം കൊണ്ടുവന്നു. അതെങ്ങനെയാണ് മയൂഖെ നടപ്പിലാക്കിയത്? ദിവസവും വീട്ടാവശ്യത്തിന് അളന്നെടുക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി അരി മറ്റു പാത്രത്തിൽ മാറ്റി സൂക്ഷിക്കും. ആഴ്ചയുടെ അവസാനം എല്ലാ വീടുകളിൽ നിന്നും ശേഖരിച്ച് സ്കൂളിലെത്തിച്ച് കഞ്ഞിയുണ്ടാക്കി സാധാരണക്കാരായ കുട്ടികൾക്ക് നൽകി വിശപ്പകറ്റും. അങ്ങനെ അന്നവും വിദ്യയും വിദ്യാലയത്തിൽ നിന്ന് തന്നെ നൽകാൻ കഴിഞ്ഞു. വലിയ വലിയ ആശയങ്ങളായിരുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെത്?
അതെ. ചാവറ പിതാവ് നല്ലൊരു സാഹിത്യകാരനായിരുന്നു. കവിത, ജീവചരിത്രം, നാടകം എന്നിവയെല്ലാം അദ്ദേഹം എഴുതി. ഓരോ ദിവസവും അദ്ദേഹം കടന്നുപോയ വഴികൾ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്നു. ഇന്നത്തെ ക്രോണിക്കിൾ പോലെ അദ്ദേഹം അന്ന് എഴുതിയ കൃതിയാണ് നാളാഗമങ്ങൾ. ഒരു മലയാളി എഴുതിയ ആദ്യ ഖണ്ഡകാവ്യമേതെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചന്റെ അനസ്താസിയയുടെ രക്തസാക്ഷിത്വമാണ്. അഴകുള്ളൊരാത്മാവിനഴുകാത്ത സ്മൃതികൾ എന്നും എന്നോർമ്മയിൽ തെളിഞ്ഞു നിൽപ്പൂ. അഴകുള്ളൊരാത്മാവിനഴുകാത്ത സ്മൃതികൾ എന്നും എന്നോർമ്മയിൽ തെളിഞ്ഞു നിൽപ്പൂ. ആത്മീയ നിറവേകുമാ തിരുവചനങ്ങൾ തിരികെടാതുള്ളിൽ ജ്വലിച്ചു നിൽപ്പൂ. ആത്മീയ നിറവേകുമാ തിരുവചനങ്ങൾ തിരികെടാതുള്ളിൽ ജ്വലിച്ചു നിൽപ്പൂ. പുണ്യപിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പുണ്യപിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാരുണ്യനാഥന്റെ കാരുണ്യമാകുവാൻ കർത്താവിൽ ജീവിതം ചേർത്തു വച്ചു. കാരുണ്യനാഥന്റെ കാരുണ്യമാകുവാൻ കർത്താവിൽ ജീവിതം ചേർത്തു വച്ചു. അഴലേറും ജീവിത വീതിയിൽ നീറുന്ന മർത്യർക്കാ സ്നേഹം എരിഞ്ഞു തീർന്നു. അഴലേറും ജീവിത വീതിയിൽ നീറുന്ന മർത്യർക്കാ സ്നേഹം എരിഞ്ഞു തീർന്നു. പുണ്യപിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പുണ്യപിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആലംബഹീനർക്ക് ആശ്രയമേകിനി ആത്മാവിൽ ആനന്ദം നീ നിറച്ചു. ആലംബഹീനർക്ക് ആശ്രയമേകിനി ആത്മാവിൽ ആനന്ദം നീ നിറച്ചു. ദൈവഗീതത്തിൻ്റെ മുന്നിൽ
മുന്നിലാത്മാർപ്പണം ചെയ്തു നിൻ ജീവിതം പുണ്യമായി. ദൈവഗീതത്തിൻ്റെ മുന്നിലാത്മാർപ്പണം ചെയ്തു നിൻ ജീവിതം പുണ്യമായി. പുണ്യപിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ചാവറയച്ച പുണ്യപിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അഴകുള്ളൊരാത്മാവിനഴുകാത്ത സ്മൃതികൾ എന്നും എന്നോർമ്മയിൽ തെളിഞ്ഞു നിൽപ്പൂ. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. ചാവറയച്ചനെ കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. വിദ്യാസമ്പന്നനായ വൈദികനു മാത്രമേ പ്രബുദ്ധനായ പുരോഹിതനാകാൻ കഴിയൂ. തന്റെ സഭാവൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന് പ്രയോജനമായ പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കുന്നതിന് ഒരു പ്രിന്റിംഗ് സംവിധാനം വേണമെന്ന് ഒരു ചിന്ത ചാവറയച്ചനുണ്ടായി. അക്കാലത്ത് കടലാസ്, മഷി എന്നിവ വിദേശത്തു നിന്ന് വരുത്തണം. ഇന്ത്യയിൽ ലഭിക്കില്ല. ചാവറയച്ചൻ തിരുവനന്തപുരത്തുള്ള ഒരു പ്രസ്സിൽ വന്ന് അച്ചടിയുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കി. ഒരു വാഴപ്പിണ്ടിയിൽ അത് രേഖപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് പോയി. ലിപികൾ തടിയിൽ കൊത്തിയെടുക്കാൻ ഒരു ശില്പിയെ കൊണ്ടുവന്നു. മാന്നാനത്ത് അദ്ദേഹം പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചു. ആദ്യമായി മലയാള ലിപിയിൽ അച്ചടിച്ചതാണ് നസ്രാണി ദീപിക, ഇന്നറിയപ്പെടുന്ന ദീപിക പത്രത്തിന്റെ ആദ്യ രൂപം. ഇതൊരു വിപ്ലവമായിരുന്നു. ഇതിന്റെ പിന്നിൽ നിരവധി വെല്ലുവിളികൾ ചാവറയച്ചന് നേരിടേണ്ടി വന്നു. ലിപികൾക്ക് രൂപം നൽകാൻ കൊണ്ടുവന്ന ശില്പിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമങ്ങളുണ്ടായി. ശില്പിയെ ഒളിച്ചു താമസിപ്പിച്ചാണ് ഈ പ്രിന്റിംഗ് പ്രസ് യാഥാർത്ഥ്യമാക്കിയത്. അച്ചടിച്ച പുസ്തകങ്ങൾ ശേഖരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ആൾക്കാർ വായിച്ച ശേഷം തിരികെ എത്തിച്ച് അടുത്ത പുസ്തകം വായിക്കാൻ നൽകുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചു. ഇന്ന് നാം കാണുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യ വേരുകൾ കേരളത്തിൽ തുടങ്ങിവെച്ചത് ചാവറ പിതാവ് തന്നെയാണ്. ഇതിന്റെ പിന്തുടർച്ചയായാണല്ലേ നമ്മുടെ സ്കൂൾ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും. മയൂഖിന് എത്ര ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും? എനിക്ക് 3 ഭാഷ. പൊന്നുശ്രീക്കും അത്രയൊക്കെ തന്നെയായിരിക്കും അല്ലേ? അതെ. എന്നാൽ നമ്മുടെ ചാവറയച്ചന് മലയാളം, സംസ്കൃതം, തമിഴ്, ഇംഗ്ലീഷ്, സുറിയാനി, ലത്തീൻ, പോർച്ചുഗീസ്, ഇറ്റാലിയൻ എന്നീ ഭാഷകൾ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം സ്പാനിഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ജവഹർ പബ്ലിക് സ്കൂൾ ഇടവ FM റേഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വഴികാട്ടികൾ വഴിനടന്നവർ എന്ന പ്രോഗ്രാം ഇവിടെ തുടരുന്നു. ചാവറയച്ചന്റെ സവിശേഷതകളെ കുറിച്ചാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ. ഒരു നല്ല കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് വൈദികനായ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന കൃതിയാണ് ഒരു നല്ല അപ്പന്റെ ചാവരുൾ. ക്രിസ്തീയ ഭവനങ്ങളിൽ ആലപിക്കേണ്ട പ്രാർത്ഥനാ ഗീതങ്ങളാണ് ആത്മാനുതാപം എന്ന കൃതി. 1855 അദ്ദേഹം എഴുതിയ 10 നാടകങ്ങളാണ് ഇടയ നാടകങ്ങൾ. മാന്നാനം കുന്നിലെ ആശ്രമത്തിൽ കത്തുന്ന മെഴുകുതിരി വെളിച്ചത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വരും തലമുറയ്ക്കുള്ള വഴികാട്ടികളായിരുന്നു. തന്റെ ജീവിതത്തിന്റെ കർമ്മപഥത്തിൽ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങൾ ആരോടും പറഞ്ഞിരുന്നില്ല. സ്വയം വിളംബരം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുമില്ല. ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഛായാചിത്രം പോലും വരച്ചു വെക്കാൻ അദ്ദേഹം മെനക്കെട്ടില്ല. ചാവറ പിതാവിന്റെ മരണശേഷം 20-25 വർഷങ്ങൾക്കു ശേഷം ഒരു ചിത്രകാരന്റെ ഭാവനയിൽ തീർത്ത രൂപമാണ് നമ്മളിന്ന് ചാവറ അച്ഛനായി കണ്ട് ആരാധിക്കുന്നത്. മാധ്യമരംഗത്ത്, പ്രസാധന രംഗത്ത്, സേവന ശുശ്രൂഷ മേഖലകളിൽ, സ്ത്രീ ശാക്തീകരണ രംഗത്ത് നിരവധി പുതിയ തുടക്കങ്ങൾ അദ്ദേഹം കുറിച്ചു. തന്റെ ഹൃദയാർപ്പണം കൊണ്ട് ഒരുപാട് സേവനങ്ങൾ ഇവിടെ ചെയ്തു. അതിന്റെ വിളഫലം ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമായിട്ടല്ല ലഭിച്ചത്, ഒരു സമൂഹത്തിന് പൊതുവെയാണ് ലഭിച്ചത്. മലയാളത്തിലെ പ്രസിദ്ധ നിരൂപകനായിരുന്ന ശ്രീ സുകുമാർ ആഴിക്കോടിന്റെ പ്രസക്തമായ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. വിശുദ്ധ ഏലിയാസ് കുര്യാക്കോസ് ചാവറയെ കുറിച്ച് പറഞ്ഞതല്ലേ, കേൾക്കട്ടെ, പറഞ്ഞോളൂ. ഒരു വ്യക്തി 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിന്റെ കർമ്മ വഴികളിലൂടെ 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും സൃഷ്ടിക്കുവാൻ ഒരുമ്പെട്ട് പുറപ്പെട്ടുവെങ്കിൽ ആ മനുഷ്യൻ യുഗപുരുഷനാണ്. എത്ര മനോഹരമായ കൊട്ടേഷൻ! അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഇതിലടങ്ങിയിട്ടുണ്ട്.
ആ യുഗപുരുഷന് ഹൃദയം കൊണ്ട് ആദരം കൊണ്ട് നമുക്ക് പ്രണാമം അർപ്പിക്കാം. വഴികാട്ടികൾ വഴി തെളിച്ചവർ എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിനോടും കൂടെ നിന്ന് നമുക്ക് വഴികാട്ടിയായ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരോടും സ്കൂൾ ടെക്നിക്കൽ സ്റ്റാഫ് അംഗങ്ങളോടും അതിലുപരി ചാവറയച്ചൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒരു FM റേഡിയോ ആവിഷ്കരണത്തിനായി നമ്മളോടൊപ്പം നിന്ന നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ മർഫി ടീച്ചറിനോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജവഹർ പബ്ലിക് സ്കൂളിലെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. ഭാഷയാം വാതിൽ തുറന്നു തരും ജഗദീശ നിനക്കു പ്രണാമം, 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 പ്രണാമം. ചരിതനാം ചാവറ ശ്രീ ഗുരു ജീവിക്ക ഞങ്ങളിലെന്നും. പാവന ചരിതനാം ചാവറ ശ്രീ ഗുരു ജീവിക്ക ഞങ്ങളിലെന്നും. സ്നേഹപ്രകാശമായി ദേവപ്രസാദമായി കേവലർ ഞങ്ങൾ തൻ ജീവിതത്തിൽ പരമമാമറിവിൻ്റെ തമ്പുരാനെ നിന്റെ പരിശുദ്ധ ഹൃദയം തുറന്നു കാട്ടൂ. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. Good afternoon, Jawahar. It's me, Femina. Welcome to the JPS FM. On this auspicious day, let us know more about Saint Kuriakose Elias Chavara. Saint Kuriakose Elias Chavara was born on 10th February 1805 at Kainagari, Kerala. At the age of 5, he began his studies in a village school called Kalari. When he was 13, he joined the seminary at Pallipuram for his priestly training. While he was in the seminary, his parents and his eldest brother died of an epidemic. On 29th November 1829, he became a priest. Saint Chavara was instrumental in founding 2 Catholic religious congregations, one for men, Carmelites of Mary Immaculate, CMI, and the other for women, Congregation of Mother of Carmel, for the spiritual renewal and all-round development of the society. Today we have a special guest with us. She is none other than Akshara Raju of grade 11A. This lucky guy got an opportunity to visit the Saint Chavara Pilgrim Center a few days back. Let's listen to Akshara. Akshara, can you share with me your experience of the visit to the Pilgrim Center at Mananam?
Thank you so much, Femina, for giving me an opportunity to share my experience. It was a great day in my life. It was my dream visit to Mallanam. I told the same to my papa and mama, and they were busy to take me at Mallanam. I was a bit sad. Then how did you convince them? No, it was a surprise given from our school management. They took the children to the pilgrimage center and I joined them. Wow! Kudos to the manager and principal of Jawahar Public School, Adava. Yes, so how was the trip? We started by around 4:30 am from our school and reached Mallanam by 9 am. After having breakfast, we started the procession. More than 400 students from our school participated in the procession. All teachers and the staffs also joined with us. As a result, we got the first prize for the procession. Wow! Congrats, Team Jawahar. Tell me more about the Pilgrim Center. I was so fascinated to visit the beautiful church. At the same time, I felt sad to see the tomb of Saint Kuriakose Elias Chavara. After lunch, we took a group photo and left in the afternoon. We enjoyed the trip. We sang songs and had fun during the journey. Thanks a lot, Akshara, for sharing a few words with us. പോവുന്നിതാ ഞങ്ങൾ പോവുന്നു നിൻ മലർക്കാവിലെ നന്മതൻ പൂക്കൾ തേടി. പോവുന്നിതാ ഞങ്ങൾ പോവുന്നു നിൻ മലർക്കാവിലെ നന്മതൻ പൂക്കൾ തേടി. ഏതു വിശ്വാസവും ഈശപാദങ്ങളിൽ ചേരും നദികൾ നീരാഴിയിൽ പോൽ. പരമകാരുണ്യമേ നിൻ കരങ്ങൾ ഇന്നീ നെറുകയിൽ തീർത്ഥം തളിക്കണമേ. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. ഭാഷയാം വാതിൽ തുറന്നു തരും ജഗദീശ നിനക്കു പ്രണാമം പ്രണാമം പ്രണാമം.